എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന വിജയലക്ഷ്മിയും ഗോവിന്ദനും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഗീതു ചില തന്ത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കിഷോറിനെ പൊളിച്ചടുക്കുവാണ് അപർണിക. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗീതുവിനെ കണ്ടിട്ട് രാധികാമ്മേനെ കുറിച്ചുള്ള ആ കുറച്ച് വീഡിയോസൊക്കെ ഗീതുവിനെ കൈമാറുവാണ്. പിന്നീട് നേരെ അപർണിക വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്തോ കിഷോർ ഇങ്ങനെ അപർണിക എങ്ങോട്ടാ പോയെന്നറിയത്തില്ല, ഒരു ടെൻഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഇനി അവളുടെ കയ്യിൽ ആ വീഡിയോസ് ഉണ്ടോ, തന്നോട് വെറുതെ കള്ളത്തരം പറഞ്ഞോണി അവളുടെ ഫോണിൽ ഇല്ല എന്നുള്ള ആ ഒരു സംശയം കിഷോറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അപർണിക കയറി ചെല്ലുവാണ്. ചെന്നപ്പോൾ കിഷോർ ചോദിച്ചു, നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക. ഇത് കേട്ട അപർണ ചോദിച്ചു, അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കണം. ഞാനോ? അത് നിനക്കറിയത്തില്ലേ, ഞാൻ നിന്റെ ഭർത്താവില്ലെന്ന് ചോദിക്കും. ഓ, ഒരു ഭർത്താവ് വന്നേക്കുന്നു. പേരിന് മാത്രം ഭർത്താവ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കണ്ടേ. അങ്ങനെ നീ എല്ലാം നിർവഹിക്കുന്നുണ്ടോ കിഷോർ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ കിഷോറിന്റെ നാവം കടഞ്ഞു. കിഷോറൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ തലയിടാൻ വരണ്ടെന്ന് പറയണം. അതെന്താ ഞാൻ തലയിടാൻ വന്നാല്? അതെ, കുറെ കാലം മുമ്പൊക്കെ എനിക്ക് വിശ്വാസമായിരുന്നു നിന്നെ. എനിക്കറിയായിരുന്നു കിഷോർ എന്താന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കിഷോർ ഉണ്ടല്ലോ, നിന്നെ എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഈ പേരും പറഞ്ഞൊരു ഭാര്യ എന്നുള്ള സ്ഥാനം വെച്ചോണ്ട് അധികാരം സ്ഥാപിക്കാനായിട്ട് നീ എൻ്റെ അരിയിലേക്ക് എത്തിയേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അല്ലാതെ നിന്നോടൊപ്പം ഒരു സുഖജീവിതം നയിക്കാനല്ല ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി എന്നെ കൊണ്ട് പറയിക്കരുത്. ഞാൻ എങ്ങോട്ട് പോവോ വരുവോ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അതിനകത്ത് തലയിടാനായിട്ട് നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം കിഷോർ, ഓഹോ, അപ്പൊ ഇവൾക്ക് ഇച്ചിരി എല്ലും കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, ഒരു പക്ഷേങ്കിൽ ഇവൾക്ക് ആരോ ഫുൾ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അതാ ഗീതുവായിരിക്കും, വേറെ ആരുമല്ല. ആ ഒരു ചിന്ത കിഷോറിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പക്ഷെ അപർണക നല്ല ബോൾഡായിരുന്നു. ഗീത കൊടുത്ത ഉപദേശം ഒന്ന് മാത്രം മതിയായിരുന്നു അപർണയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഒരു കാരണവശാലും തളർന്നു പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞു മതി ജീവിക്കാനായിട്ട് ഭാവിയിൽ. അല്ലാതെ കിഷോറിന്റെ അടിമയായിട്ട് അവൻ പറയുന്നല്ല അനുസരിച്ച് ഒരിക്കലും പോയി നിന്ന് കൊടുക്കരുതെന്ന് ഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപർണക നല്ല ബോൾഡായിട്ട് തന്നെയാണ്. കാരണം ഇത് ഡാഡി അറിയാൻ ചെയ്യരുത് താനും കിഷോറും തമ്മിൽ പിരിഞ്ഞെന്നുള്ള. കാരണം ഡാഡിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. സ്വന്തം കമ്പനി പോലും വിറ്റിട്ട് അവനെ രക്ഷിച്ചവൻ ഡാഡി. അപ്പൊ അങ്ങനെ സംഭവിച്ച ഡാഡി ഒരു നിമിഷം പോലും വെച്ചേക്കില്ല, അവനെ വലിച്ചു കീറുള്ളൂ. അത് നന്നായിട്ട് അപർണയ്ക്കറിയാം. അവനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലണ്ട, അവനെ ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാനായിട്ട്. അവനെ തന്ത്രപൂർവ്വം കയ്യിലെടുക്കണം. അവന്റെ കയ്യിലിരിക്കുന്ന ബാക്കി വീഡിയോസും അതും കൂടെ സ്വന്തമാക്കി ഗീതുവിന് കൊടുക്കണം. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. കിഷോറിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇതാ. കിഷോർ ആ വീഡിയോ വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക, രാധികാമ്മയിൽ നിന്ന് പണം തട്ടിയെടുക്കാന്നോർത്ത്. പക്ഷെ അവന്റെ മോഹത്തെ ഇല്ലാതാക്കണം. അത് എടുത്തു കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം അവന്റെ ഫോണിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തോണ്ടാ അപർണയെ അകത്തേക്ക് കയറി പോകുന്നേ. ഈ സമയത്ത് ഗോവിന്ദ് നേരെ ഗീതുവിന്റെ അരിയിലേക്ക് ചെല്ലുക. അപ്പൊ ഗീതുവിനെ വിളിക്കാൻ വേണ്ടി അജാസ് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അജാസ് അപർണയെ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചെത്തിയില്ല. പിന്നീട് ഗീതു വിളിച്ചിട്ട് പറഞ്ഞു, അജാസിക്ക ഇങ്ങോട്ട് വരണ്ട, എന്നെ കൊണ്ടുവരാനായിട്ട് ഗോവിന്ദേട്ടൻ വരുന്നുണ്ടെന്ന് പറയാം. ഗോവിന്ദേട്ടനോ? അതെ, ഗോവിന്ദേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗോവിന്ദേട്ടൻ എന്നെ പുറത്തു കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അത് കൊള്ളാലോ. ഓ, ഇപ്പൊ പെങ്ങൾക്ക് ഇപ്പം ഈ ആങ്ങളനെ വേണ്ടല്ലേ എന്ന് ചോദിക്കുക. അതല്ല, ഗോവിന്ദേട്ടനുമായിട്ട് പുറത്തു പോകാൻ കിട്ടുന്ന നല്ലൊരു അവസരമല്ലേ, നമ്മളിത് പാഴാക്കണ്ടല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം എന്ന് പറയാം. ആട്ടെ ആട്ടെ, രണ്ടുപേരും കൂടെ പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറയണം. പിന്നീട് ഗീതുവിന്റെ അരിയിലേക്ക് ഗോവിന്ദ് വരിക. അങ്ങനെ ഗീതുവിനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഗോവിന്ദ് ചോദിച്ചു, അല്ല ഗീതുവിന് വല്ല തിരക്കുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് എന്ത് തിരക്കിരിക്കുന്നു? ഒരു തിരക്കുമില്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇച്ചിരി കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയാൽ പോരെന്ന് ചോദിക്കുക. ഗീതുവിന് മനസ്സിൽ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗീത പറഞ്ഞു, അത് കൊള്ളാം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഗോവിന്ദന്റെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് തന്നെയാ. പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, രോഗി ഇച്ഛിച്ചും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ പാതയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഗോവിന്ദ് അതെയോന്ന് ചോദിക്കുക. അപ്പൊ ഗീത ചോദിച്ചു, അല്ലേ? ശരി, അന്ന് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. എങ്ങോട്ട് വേണേലും പോവാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫിയെ കുടിച്ചാലോ നിൽക്കുക. അതിനെന്താ, കുടിക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫിയെ കുടിക്കുകയാണ്. ഈ സമയം ഗോവിന്ദന്റെ ഉള്ളിൽ പറയണമെന്നുണ്ടായിരുന്നു ഗീതുവിനോട് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ, തൻ്റെ പ്രണയമൊക്കെ. പക്ഷെ അത് വെളിപ്പെടുത്തണം. അപ്പം വേണ്ട, ഇവൾക്കിപ്പോൾ തന്നോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രണയം കൂടെ പറഞ്ഞ് ഉള്ളതും കൂടെ കൊളാക്കേണ്ട ആവശ്യമുണ്ടോ? അത് വേണ്ട. ഗീതുവിന്റെ മനസ്സിലുണ്ട് ഗോവിന്ദാണ് പണ്ടത്തെ പോലെയല്ല, തന്നോട് ഇച്ചിരി അറ്റാച്ച്മെന്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ
പ്രണയം തുറന്നു പറയുന്ന ലക്ഷണം കാണുന്നുണ്ട്. അങ്ങനെ ഗീതും ചിന്തിക്കുക. ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചിറങ്ങിയുമ്പം ഗോവിന്ദ് ചിനി അടുത്ത എങ്ങോട്ടാ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയാലും നിൽക്കുക. അത് ശരിയാ, രഞ്ജുവിനെ കണ്ടിട്ടാണെങ്കിലും 2 ദിവസം ആയല്ലോ, അവളുടെ അടുത്തേക്കൊന്ന് പോകാന്ന് പറയാം. അല്ല ഗോവിന്ദന് ബുദ്ധിമുട്ടുണ്ടോ നിൽക്കുക? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അറിയാലോ, അവിടെ ചെന്ന് ആ വീട്ടിലേക്ക് കയറി ആ സ്ത്രീയെ കാണുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം സങ്കടം വരുന്നത്. അല്ല ഗോവിന്ദേട്ടാ, അതെന്താ അങ്ങനെ? ഒന്നുമില്ലാന്ന് പറയണം. പക്ഷെ ഗീത പറഞ്ഞിട്ടില്ല. ഗീതന് അറിയാന്നുള്ള സത്യം അറിയത്തില്ല. തൻ്റെ അമ്മയാന്നുള്ള സത്യം ഗീത അറിഞ്ഞിട്ടുണ്ടെന്ന്. ഗീത അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനും പോയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം വിജയലക്ഷ്മി ഒന്ന് വാതിൽ തുറന്നു. ഗീതനെ കണ്ടതും ഒരു നിമിഷം ഒരു അമ്പരപ്പുണ്ടായി. ഈ സമയം ഗോവിന്ദ് കാറിൽ നിന്നിറങ്ങി അവിടെ നിന്നോളൂ. ഗോവിന്ദ് അകത്തേക്ക് വന്നില്ല. അതെന്താ അവനവിടെ നിൽക്കുന്ന മോളെന്ന് ചോദിക്കണം. അറിയാലോ, സ്വന്തം മാന്റെ കാര്യം അറിയാവുന്നല്ലേ, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ തോന്നിയതാ? ഞാൻ നിന്നെ വിളിച്ചോണ്ടാണോ? പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടെ ഇപ്പൊ വരുമല്ലേ? വയ്ക്കും രഞ്ജുവിനെ കാണാനുള്ള വരാമെന്ന് അറിയാവുന്ന കാര്യമില്ലേന്ന് ചോദിക്കും. അത് ശരിയാ, പക്ഷെ എന്നാലും അവൻ അവിടെ നിൽക്കുമല്ലേ, എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അന്നെങ്കിലും അങ്ങോട്ട് പോയി കാണാം. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിലേ ഒരു പക്ഷെ അത് അവന് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം. അവന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്നെയാണല്ലോ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, അതൊക്കെ മാറൂന്ന് പറയാം. പക്ഷെ അതൊക്കെ എങ്ങനെ മാറുമെന്ന് പറയണേ? അതിനൊക്കെ ഒരു വഴി ദൈവമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഏറ്റവും നല്ല മാർഗം രാധികാമ്മേനെ താർക്കാനുള്ള അമ്മയും ഗോവിന്ദനും തമ്മിൽ അടുക്കുന്നതാന്ന് പറയാം. ഗീതു, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഒരു കാര്യം ചെയ്യുക, ഗോവിന്ദനോട് പോയി സംസാരിക്കുക. എനിക്ക് പേടി, ഞാനങ്ങ് സംസാരിക്കാൻ നിന്നിട്ടുണ്ട്. അവന്റെ സ്വഭാവം അറിയാലോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അതെ രഞ്ജു ഇവിടെ ഇല്ല, രഞ്ജു പുറത്തു പോയേക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, അമ്മ അവിടെ ഉണ്ടല്ലോ, ചെന്ന് സംസാരിക്കാൻ പറയണം. അത് അമ്മയെന്നാണ് വിജയലക്ഷ്മി അമ്മയെന്നാ വിളിക്കണമെന്ന് അറിയാം. വേറെ ഗോവിന്ദ് പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായില്ല. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വരെ വന്നിട്ട് ഒന്ന് വലിയ രഞ്ജുവിനെ നോക്കുന്ന ആളല്ലേ, രഞ്ജുവിന്റെ അമ്മയല്ലേ, അപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് വാ, നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കണം. ശരിയെന്ന് പറഞ്ഞും കൂടി ചെല്ലുവാണ്. ഈ സമയം ഗീതു പുറത്തേക്ക് ഇറങ്ങിയിട്ട് അജാസിനെ വിളിക്കുവാണ്. അജാസിനെ വിളിച്ചിട്ട്, അജാസിക്ക, അതെ എനിക്ക് അജാസിക്കനെ കൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് പറയാം. എന്താ കാര്യം? എന്താ? അല്ല ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറയാം. അല്ല അപ്പം ഗോസാറിനൂടെ പെങ്ങള് പോയില്ലേതിരിക്കുക? ഞാൻ പോയി, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കളി കളിക്കാനുണ്ടെന്ന് പറയാം. എന്ത് കളി? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാൻ പറയുന്ന പോലെ അനുസരിക്കാൻ പറയാണ്. കാരണം ഗീത ഒരു വലിയ പരിപാടി തന്നെ പ്ലാൻ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇനിയിപ്പം രാധികാമ്മ താർക്കാനുള്ള ഏറ്റവും നല്ല പരിപാടി വിജയലക്ഷ്മിനെ ഗോവിന്ദൻ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ള, അമ്മേനും മോനും തമ്മിൽ അടുപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ രാധികാമ്മനെ താർക്കാൻ പറ്റിയേക്കും. അതിനേക്കാളും വലിയൊരു മാർഗം വേറെ ഇനി കിട്ടാനില്ല. അപ്പൊ ഇത് തന്നെ പറ്റിയ അവസരം. ഇപ്പോഴാണെങ്കിൽ അവർ തമ്മിൽ അത്ര വലിയ ശത്രുതയുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നീട് ഗീത പുറത്തായ സമയത്ത് ഗോവിന്ദകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ വിജയലക്ഷ്മി നിൽക്കുന്നുണ്ടായിരുന്നു. വിജയലക്ഷ്മി ചോദിച്ചു, ബാ മോനെ, ഞാൻ ചായ എടുക്കാൻ. ഞാൻ നിങ്ങളുടെ ചായ ഒന്നും കുടിക്കാൻ വന്നതല്ല, പിന്നെ ഇവിടെ രഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം വന്നാ. പിന്നെ രഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ, അവൾക്കൊന്നിനും ഒരു കുറവുണ്ടാവരുത്. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ വിളിച്ചോണെന്ന് പറയാം. പെട്ടെന്ന് വിജയലക്ഷ്മി ചോദിച്ചു, അല്ല ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ കോൾ എടുക്കുമെന്ന് ചോദിക്കുക. ആകെപ്പാടെ പെട്ടുപോയി. എന്തേലും മറുപടി പറയാനുണ്ടോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൾ എടുക്കുന്ന. ഇപ്പം രഞ്ജുവിന്റെ കാര്യത്തിനാകുമ്പോൾ എനിക്ക് കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. ഈ സമയം വിജയലക്ഷ്മിക്ക് സന്തോഷമായി. കോൾ എടുക്കുന്നെങ്കിലും പറഞ്ഞല്ലോ, രഞ്ജുവിന്റെ കാര്യത്തിലാണെങ്കിലും കോൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ശരി, അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങോട്ട് ഇറങ്ങുക. ഈ സമയം ഗീതു അതേക്ക്, അമ്മേ ഞങ്ങളെന്നാ പോട്ടെ, അമ്മേനെ കൊണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയാം. എന്താ? ഇപ്പം അജാസിക്ക് ഇങ്ങോട്ട് വരുമെന്ന്. അജാസോ? എന്തിനാ? അജാസിക്ക് വരുമ്പോ അമ്മ ആ കാറിൽ കയറി അങ്ങോട്ട് വരണമെന്ന് പറയാം. കാറിൽ കയറി വരാൻ എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെന്ന് ചോദിക്കണം. ശരി ശരി എന്ന് വിജയലക്ഷ്മി പറയണം. അങ്ങനെ ഗോവിന്ദൻ ഗീത അങ്ങോട്ട് പോവാ. അപ്പം ഗോവിന്ദ് ചല്ല, ഇനി അടുത്ത പരിപാടി എങ്ങോട്ടാന്ന് ചോദിക്കണം. അടുത്ത പരിപാടി ഞാൻ പറയാം എങ്ങോട്ടാന്ന്. കണ്ണേട്ടൻ വിട്ടോ, നല്ല സ്ഥലങ്ങൾ 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട്. കണ്ണേട്ടന് സമയമുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലോ, എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. എന്നാ നമുക്ക് വിടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ വിശേഷങ്ങൾ കാണുന്നത്. ഗോവിന്ദന്റെയും വിജയലക്ഷ്മിനെ നമ്മൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീതു വലിയ നാടകം തന്നെ കളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.